അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സമയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. സമയം, എല്ലാ സ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേലും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അല്ലാഹു തആല സൂറത്തുൽ അസ്റിൽ സമയം കൊണ്ട് സത്യം ചെയ്യുന്നു. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മിക്ക ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു: ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവൻ്റെ ആരോഗ്യം ഉള്ള സമയത്ത് അവൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവൻ ചിന്തിക്കാതെ അവൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. മറ്റൊന്ന്, ഒഴിവു സമയം, വിശ്രമ സമയം. നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതാണ് സൂറത്തുൽ അസ്റിൽ പറഞ്ഞത്, വൽ അസ്ർ, കാലത്തെ കൊണ്ട് തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായി മനുഷ്യൻ നഷ്ടത്തിലാണ്. അപ്പോൾ ഈ സമയത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ, അവന് തുച്ഛമായ സമയമേ ഉള്ളൂ ഈ ലോകത്ത്, അവൻ നഷ്ടത്തിലായിപ്പോകും. അതുപോലെ അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പരിമിതമായ സമയത്ത് കൊടുത്തിരിക്കുന്ന വളരെ വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം. ഈ ആരോഗ്യ സമയത്ത് ഈ ആരോഗ്യം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരോഗ്യമുള്ള സമയം ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി ഒരിടത്ത് കിടക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പാകെ വരും. അപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ചിന്തിച്ചിട്ട് ഒരു ഫലവുമില്ല. പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ നാം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നമസ്കാരം സമയത്ത് നിർവഹിക്കുക എന്നതാണ്. ജുമുഅയാണ് ആഴ്ചയുടെ ഹൃദയം.
7 ദിവസങ്ങളടങ്ങുന്ന ഒരാഴ്ച. അതിലെ ഹൃദയം എന്ന് പറയുന്നത് ജുമുഅ ആണ്. ബാങ്ക് വിളി കേട്ടാൽ ലോകകാര്യങ്ങൾ മാറ്റിവെച്ച് പള്ളിയിലേക്ക് ഓടുക. ഇതാണ് വിജയികളുടെ അടയാളം. ഇത് പൊതുവിൽ ഇങ്ങനെ പറയുന്നു എങ്കിലും വെള്ളിയാഴ്ച ഒരു ഈദ് ദിനമായിട്ടാണ് മുഅ്മിനീങ്ങൾക്ക്, ഫക്കീറുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ആ ദിവസം അവർക്ക് സന്തോഷിക്കുവാനുള്ള, അതാണ് അള്ളാഹുവിൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭ്യമാകുന്നതിനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു ദിനമായി അതിനെ കണക്കാക്കുന്നു. അങ്ങനെ അവനെ ആരാധിക്കുന്നതിനായി പള്ളിയിലേക്ക് നേരത്തെ എത്തിച്ചേരുന്നവർക്ക് വളരെ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അവസാന നിമിഷത്തിൽ വരുന്നവർക്ക് കിട്ടുന്ന ഫലം വളരെ തുച്ഛവുമാണ്. ഇതൊക്കെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് യഥാർത്ഥമായ നിലയിൽ നാം ഉൾക്കൊള്ളുന്നു എങ്കിൽ ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിന് ഒരല്പസമയം നമ്മൾ കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലാണല്ലോ നമ്മൾ ഈ കഴിയുന്നത്. നാമും നമ്മളും അടങ്ങുന്ന ഈ കുടുംബം സ്വർഗത്തിലേക്ക് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ആ കുടുംബത്തോടൊപ്പം ഒരല്പസമയം ചിലവഴിക്കുക. ഫോണും ടിവിയും മാറ്റിവെച്ച് ദിവസം 10 മിനിറ്റ് ഭാര്യയോട്, മക്കളോട് സംസാരിക്കുക. ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കണം, ഈ ഫോണും ടിവിയും ഒക്കെ. എന്നിട്ട് ഭാര്യയോടും മക്കളോടും ഹൃദയം തുറന്ന് സംസാരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടൊപ്പം, കുടുംബത്തോടൊപ്പം കുറേ നേരം സംസാരിച്ചിരിക്കുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആൾ ആയിരുന്നു അദ്ദേഹം. ഏറ്റവും നല്ല നിലയിൽ തൻ്റെ കുടുംബത്തോട് വർത്തിച്ചവനാണ്. ഇനി സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ പരലോകത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. നമ്മൾ പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നു. ഇഹലോകത്ത് സുരക്ഷിതമായ നിലയിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. നമ്മുടെ ധനമൊക്കെ ബാങ്കുകളിൽ കൊണ്ടുപോയി സുരക്ഷിതമായ നിലയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് എന്തിനാണ്? നമുക്ക് ആവശ്യം വരുമ്പോൾ അത് എടുക്കുവാൻ. ഇതുപോലെ പരലോകത്തിന് വേണ്ടിയുള്ള നിക്ഷേപം നാം ഓരോരുത്തരും ഏതളവിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. ഒരു ദിവസം ഒരു ആയത്ത് അർത്ഥമറിഞ്ഞ് ഓതുക, ഒരു പാവത്തിന് സഹായം ചെയ്യുക, മാതാപിതാക്കളെ ഒന്ന് വിളിക്കുക. ഇതൊക്കെ മീസാനിൽ കനമുള്ള കാര്യമാണ്. ഒരു ദിവസം വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അർത്ഥമറിഞ്ഞ് ഓതുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നോ? ഒന്ന്. അതുപോലെ ഒരു പാവത്തിന് സഹായം, ഒരു സാധുവായ മനുഷ്യന് സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയോ? അതുപോലെ മാതാപിതാക്കളെ ഒന്ന് വിളിക്കുക. അവർക്ക് സുഖമാണോ, സന്തോഷമാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ, എങ്ങനെയാണെങ്കിലും അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താതെ മറ്റാളുകളുമായിട്ട് സംവദിക്കുവാൻ എത്ര സമയം വേണമെങ്കിലും ഉണ്ട്. ഇതൊക്കെ മീസാനിൽ കലനമുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ തുലാസിൽ തൂക്കുമ്പോൾ നന്മയുടെ കട്ടി കനമുള്ളതായി തീരുവാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. പ്രായോഗിക വെല്ലുവിളി അത് നമുക്ക് ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യാം. മഗ്‌രിബിന് ശേഷം ഒരു 10 മിനിറ്റ് ഫോൺ മാറ്റിവെച്ച് വീട്ടുകാരോടിരിക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റായ ശീലം ഉപേക്ഷിക്കുക. മഗ്‌രിബ് കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അപ്പോഴേ ഫോണുമായിട്ടാണ് അടുത്ത് കൂടുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഈ സമയത്ത് കുട്ടികൾക്കിരുന്ന് പഠിക്കേണ്ടതും അതുപോലെ വീട്ടിലെ അടുക്കള കാര്യങ്ങളും മറ്റും നിർവഹിച്ച് പൂർത്തിയാക്കേണ്ടതുമായ ഈ സമയത്ത് ആയിരിക്കാം ഈ ഫോൺ കോളുകൾ ഇങ്ങനെ വരികയും അതിന് മറുപടി പറയുകയും അങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മഗ്‌രിബിന് ശേഷം 10 മിനിറ്റ് ഫോൺ മാറ്റി വെച്ച് ഒന്ന് ഓഫാക്കി വെച്ച് വീട്ടുകാരോടിരിക്കുക.
അത് ഒരു നല്ല ശീലമാണ്. എന്നിട്ട് തെറ്റായ ശീലം ആണ് മറ്റുള്ളത്. അത് നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. ഇനി നമുക്ക് ചെയ്യാൻ മീസാനിൽ കനം കൂടുന്ന മറ്റൊരു പ്രവൃത്തി ദുആയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ സമയത്തിൽ ബർക്കത്ത് ചെയ്യണമേ. അപ്പോൾ അള്ളാഹു അനുവദിച്ച് തന്നിരിക്കുന്ന ഓരോ സമയവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂറും അനുഗ്രഹം ചെയ്യണമെന്ന്, ബർക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച് തന്നിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഐശ്വര്യം ലഭിക്കുന്നതിന് പര്യാപ്തമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കണമെന്നാണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവേ, ഞങ്ങളുടെ സമയത്തിൽ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളെ നന്മ ചെയ്യുന്നവരിലും നിന്നെ കൂടുതൽ സ്മരിക്കുന്നവരിലും ഉൾപ്പെടുത്തണമേ. വൃഥാവിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് എന്നും, എന്നിട്ട് അള്ളാഹു നൽകിയ ഈ സമയത്തിൽ നീ അനുഗ്രഹം ചൊരിയണമെന്നും, ഈ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് പുരോഗതിയുടെ മേൽ പുരോഗതി നമുക്ക് ലഭ്യമാകുന്നത്. അള്ളാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. അവൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വളരെ വലിയ സൗഭാഗ്യങ്ങളിലേക്ക് ഇഹലോകത്തും പരലോകത്തും എത്തിച്ചേരുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിലായിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലിൽ നമ്മുടെ ദിനരാത്രങ്ങളും സമയവും ചിലവഴിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹസനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.